ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ലക്ഷ്മീൻ്റെ ഒരു വീഡിയോ, ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മീൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഇൻ്റർവ്യൂ വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കെന്നതിന് വീഡിയോയിലേക്ക് പോകാം. ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ലക്ഷ്മി അന്ന് നടന്ന കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, എനിക്കാണ് നഷ്ടപ്പെട്ടത്, അപ്പോൾ എന്നെ ആർക്കും ഒന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊന്നും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് ലക്ഷ്മി അർജുനെക്കുറിച്ച് പറയുന്നുണ്ട്. അർജുനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും ഇവരുടെ ഡ്രൈവറായിട്ട് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അർജുനെ പരിചയമുള്ളത് തമ്പിയുടെ കുടുംബത്തിലെ ഒരകന്ന ബന്ധുവാണ് ഈ അർജുൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അർജുൻ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ ആ കേസിൽ അകപ്പെട്ടത് ആരോ കേസിൽ പെടുത്തിയതാണെന്നൊക്കെ ബാലുവിനോട് പറഞ്ഞു. അങ്ങനെ ബാലു അയാളെ വിശ്വസിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ അർജുനെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ ബാലു ഒരിക്കൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഞാനായിരുന്നു ഫ്രണ്ട് സീറ്റിലിരുന്നത്, ബാലു പുറകിലായിരുന്നു ഇരുന്നത്, മോൾ എൻ്റെ മടിയിലായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു പുറകിലെ സീറ്റിലിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് അതിൻ്റെ അകത്തൊരു ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ യാത്ര അവിടെ നിൽക്കണ്ട എന്നൊക്കെ ഉള്ളതൊക്കെ പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ആ ആൻസർ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ അവിടെ തങ്ങും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്? അങ്ങനെ തങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടല്ല. അല്ല, ഞങ്ങൾ അന്ന് തങ്ങും എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല. എൻ്റെ വയ്യായ കൊണ്ടാണ് ബാലു പറഞ്ഞത്, ലേറ്റായിട്ടാണ് പൂജയൊക്കെ കഴിയുന്നതെങ്കിൽ നമുക്ക് എന്നാൽ പിന്നെ റെസ്റ്റ് ചെയ്ത് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ പുറപ്പെടാം. കാരണം ബാലുവിന് രാവിലെ ജിമ്മിൽ വർക്കൗട്ട്, അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ്, അദ്ദേഹത്തിന് വർക്ക്, സ്റ്റുഡിയോ വർക്ക്, അപ്പോൾ അതൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഡിലേഡ് ആവും എന്നുള്ളത് കൊണ്ടും അങ്ങനെയാണ്. അദ്ദേഹം ഒരു റുട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് അദ്ദേഹം പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നണം, ഇപ്പോൾ വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ പുറപ്പെടില്ലായിരുന്നു. അപ്പൊ അല്ലാതെ ഇപ്പൊ ചിലരൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു നിർബന്ധത്തിന്റെ പേരിലോ ആരുടെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ പേരിലോ ഒന്നും അല്ല അന്ന് ആ യാത്ര സംഭവിക്കുന്നത്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി ബാലിനെ ട്രാവൽ ചെയ്യിക്കാനൊന്നും ആർക്കും പറ്റുന്ന ഒരാളല്ല. അദ്ദേഹം ടയർഡാണ്, എനിക്കിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രാവൽ ചെയ്യില്ല. അല്ല, പോയിട്ട് കാര്യമുണ്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുറപ്പെടും. ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടർ ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അർജുനെ എത്ര വർഷമായിട്ട് അറിയാം, അർജുൻ നിങ്ങളോട് കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ട് എത്ര കാലമായി എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി എന്താ പറയുന്നതെന്ന് ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒപ്പമായിരുന്നില്ലല്ലോ, അയാൾ വേറൊരു റൂമിൽ വേറെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു. നമ്മുടെ ബാലിൻ്റെ കൂടെ 1-2 തവണയൊക്കെ പുള്ളി ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. എന്തായാലും 1 വർഷത്തിനുള്ളിലുള്ള ഒരു ലക്ഷ്മി പറയുന്നുണ്ട്, 1-2 തവണ മാത്രമേ അർജുൻ ഞങ്ങളുടെ കൂടെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളൂ, ഏകദേശം ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 1 വർഷത്തോളമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങളപ്പോൾ അന്ന് യാത്ര ചെയ്യുന്ന ടൈം നിങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നപ്പോൾ അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിനായിരുന്നു, അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഇടാത്തതിൻ്റെ പേരിൽ മുമ്പ് ബാലിൻ്റെ വഴക്ക് കിട്ടിയിട്ടുള്ള ആളാണ് ലക്ഷ്മി. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു, 2 തവണയെ അർജുൻ ഞങ്ങളുടെ ഡ്രൈവറായിട്ടൊക്കെ വന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ബാലു അതിൻ്റെ പേരിൽ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന്. 2 തവണ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലക്ഷ്മി അതിൻ്റെ അകത്ത് പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു സാധാരണക്കാരിയാണ്, അപ്പോൾ എന്നെ ആർക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയിപ്പിക്കാനൊന്നും സാധിക്കില്ല എന്നൊക്കെ ലക്ഷ്മി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ലക്ഷ്മി ഒരു ഫേമസ് വയലിനിസ്റ്റിൻ്റെ വൈഫാണ്, അപ്പോൾ സെലിബ്രിറ്റി തന്നെയാണ്, സെലിബ്രിറ്റിയുടെ വൈഫാണ്. അപ്പോൾ ലക്ഷ്മി അവിടെ ഒരു സാധാരണക്കാരിയല്ല. അപ്പോൾ അതിൽ തന്നെ 2 അഭിപ്രായമാണ് വന്നത്. സാധാരണക്കാരാണെങ്കിൽ നമ്മളെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. പക്ഷേ ലക്ഷ്മി ഒരു സാധാരണക്കാരിയല്ല. പിന്നെ ആ ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഇവർ ഹോസ്പിറ്റലായപ്പോൾ ബാലഭാസ്കറിൻ്റെ പേഴ്സും ഫോണും കൂടി ഒരു സുഹൃത്ത് കൊണ്ടുപോയി, അതിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ അമ്മ അത് തിരിച്ച് ചോദിച്ചപ്പോൾ പേഴ്സ് മാത്രം കൊടുത്തു, ഫോൺ 2-3 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞതിലും എനിക്ക് വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. അതിലും ഒരു പൊരുത്തക്കേടുള്ള പോലെയായിട്ട് തോന്നി.
ആ ലക്ഷ്മി പറയുന്നതിൻ്റെ അകത്ത് ആ പേഴ്സിൻ്റെയും ഫോണിൻ്റെയും കാര്യം പറയുന്നതൊന്നും ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പം ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തരണം കൊണ്ട് തരാം എന്ന് പറഞ്ഞു. ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ, പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ, ആ ഒരു ഇതിലിരിക്കാം. പിന്നെ ഇവരുടെ വിവാഹശേഷം എങ്ങനെയൊക്കെയായിരുന്നു ഫാമിലിയായിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ബാലുവിൻ്റെ വീട്ടിൽ ഞാൻ ഒരു തവണ മറ്റേ പോയിട്ടുള്ളൂ. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഞങ്ങളെ വീട്ടിലൊക്കെ വരുമായിരുന്നു, പക്ഷേ അമ്മക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് ഉള്ള ഇതിനെക്കുറിച്ചിട്ടൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. കാരണം അച്ഛൻ മാത്രമായിരുന്നു പിന്നെയും ഞങ്ങളുടെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ, അമ്മ തീരെയായിട്ട് അടുപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്പി എന്ന് പറയുന്ന വ്യക്തിയും ഈ കേസിലെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളാണ്. അതറിഞ്ഞിട്ടും ലക്ഷ്മിക്ക് ഇവരോട് അങ്ങനെ ഒരു വലിയൊരു കുറ്റമായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു അസ്വാഭാവികതയായിട്ടൊന്നും തോന്നുന്നില്ല എന്നൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ആ കലാഭവൻ ശോഭി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, ലക്ഷ്മി പറയുന്നതൊക്കെ കള്ളാണ്. അന്ന് ഡ്രിങ്ക്സ് കഴിച്ച ശേഷം ആണ് ഓടിച്ചതെന്നും പിന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഫ്രണ്ടിലിരുന്നത് അർജുനും ലക്ഷ്മിയും ആ കുഞ്ഞുമാണ്, പുറകിലാണ് ബാലഭാസ്കർ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല പരിക്കുകൾ തന്നെയാണ് പറ്റിയത്. ആ വണ്ടി ഓടിച്ച അർജുന് നിസ്സാര പരിക്കായിരുന്നു പറ്റിയത്. പക്ഷേ എങ്കിൽ കുറേ മുറിവുകളും പരിക്കുകളൊക്കെ പറ്റിയത് ബാലഭാസ്കറിനാണ്. അപ്പോൾ അതിലും ഒരു കാരണം ആ ഒരു വണ്ടി ആക്സിഡൻറ്റ് നടന്നപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്ന പിക്ചറിൻ്റെ അകത്തൊക്കെ കാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലോണം പരിക്ക് പറ്റിയിട്ട് കാറിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. പക്ഷേങ്കിൽ പുറകിലങ്ങനെ പറ്റിയതായിട്ട് അങ്ങനെ വണ്ടിക്ക് പരിക്കുകൾ പറ്റിയതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുറകിലിരുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. അപ്പോൾ ഇപ്പോഴും ദുരൂഹത തന്നെയാണ്. നമ്മുടെ കലാഭവൻ ശോഭിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ആങ്കറും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്തെ പ്രതികളെ രക്ഷിക്കാൻ ലക്ഷ്മി ശ്രമിച്ചോ എന്ന് പറയുന്നപ്പോൾ 100% ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മീൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പ്രതികളാണെന്ന് അറിഞ്ഞിട്ടും ലക്ഷ്മി ഇപ്പോഴും പറയുന്നത് എനിക്ക് അവരെ വലിയ സംശയമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് അതും വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.